ആന്റണി സാർ, താങ്കൾ ഉക്കടം ഏരിയയിലെ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ മയ്യത്ത് ഘോഷയാത്രയ്ക്ക് അനുമതി നൽകുമായിരുന്നു. പ്രത്യേകിച്ച് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഉക്കടം മേഖല, കോയമ്പത്തൂരിൻ്റെ നഗരപ്രദേശം. മാത്രമല്ല, നിരവധി ബോംബ് സ്ഫോടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലം കൂടിയാണ്, അല്ലേ? ഇപ്പോൾ ജീവപര്യന്തം കഠിന തടവ് അനുഭവിക്കുന്ന ഭാഷ, അയാളുടെ അനാരോഗ്യം കാരണമാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപ്പോൾ ജയിലിൽ വെച്ച് മരിക്കേണ്ട ഒരാളായിരുന്നു അയാൾ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായി ഒരു കൊടുംകുറ്റവാളി മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇത്രയും വീരോചിതമായിട്ടുള്ളൊരു യാത്രയയപ്പിന് കളമൊരുക്കി കൊടുക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറായത് ശരിയാണോ? അല്ലംബിയാർ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ജില്ലാ ഭരണകൂടം ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൗത്ത് ഇന്ത്യയില് ഈ ഇന്നേ വരെ ഉണ്ടായതിൽ ഏറ്റവും ഭീകരമായിട്ട് ഉള്ള ഒരു സംഭവമാണ് 1998 ഫെബ്രുവരി 14 58 നിരപരാധികളായ വ്യക്തിയുള്ള മരണത്തിലും 200-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത ഒരു വലിയ സ്ഫോടന പരമ്പരയാണ്. കോയമ്പത്തൂർ സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ 12 കിലോമീറ്ററിനുള്ളില് വിവിധ ഭാഗങ്ങളിൽ 12 ബോംബുകളാണ് വെച്ചത്. സാധാരണ ബോംബുകളല്ല, ഉഗ്ര പ്രകടശേഷിയുള്ള ഡിറ്റനേറ്ററും ടൈമറും ടൈമർ ഡിവൈസുമുള്ള ബോംബുകളാണ്. നമ്മൾ പറയുന്ന ടൈം ബോംബ്, ഉഗ്ര മാരക ശേഷിയുള്ളത്. വെറും നിരപരാധികളെ കൊന്നൊടുക്കുകയായിരുന്നു ആ 58 പേരെ. അതുപോലെ തന്നെ ആ 200-ലധികം മറ്റാളുകളെയും, അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും പറ്റി. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തത്. നമ്മളിപ്പോ കോയമ്പത്തൂർ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോയമ്പത്തൂര് വളരെ വിദൂരമായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. വളയാർ ബോർഡറിൽ നിന്ന് വെറും 25 കിലോമീറ്റർ മാത്രമേ. കേരളത്തിലേക്ക് മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തില് പാലക്കാടും മലപ്പുറവും അതുപോലെ തന്നെ തൃശ്ശൂരുമെല്ലാം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു കാരണവശാലും ഈ രീതിയിലുള്ള ഒരു ഘോഷയാത്രയ്ക്കോ അങ്ങനെയുള്ള ഒരു ഇതിനോ അനുവദിക്കാൻ പാടില്ലായിരുന്നു. ഒരു പക്ഷേ അനുവാദം കൊടുത്തത് ഈ രീതിയിലൊരു വലിയ ആൾക്കൂട്ടം എത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കില്ല. നമുക്കറിഞ്ഞുകൂടാ, അതിന്റെ നിജസ്ഥിതിയെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് നൽകുന്ന സന്ദേശം വലിയ ദൂരവ്യാപകമായ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് വിങ് ഒക്കെ ഉണ്ടാവുമല്ലോ പോലീസിന്. തീർച്ചയായിട്ടും അങ്ങനെ നടത്താൻ പാടില്ലായിരുന്നു. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിശബ്ദമായ ഒരു സമ്മതമോ അനുമതിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അല്ല, നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ടതായിരുന്നില്ലേ ആന്റണി സാറേ? നിരോധനാജ്ഞ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മുൻകൂട്ടി പറയാൻ നമുക്കിങ്ങനെ ആള് വരുമോ ഇല്ലയോ, എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഘോഷയാത്ര നടത്തിയതിന് അനുമതി കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല. അതിലപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പറഞ്ഞ അലുമ അവിടെ, അതായത് ഗോകുലകൃഷ്ണൻ എന്ന് പറഞ്ഞ ജസ്റ്റിസ് അന്വേഷണം നടത്തി അലുമ എന്ന് പറയുന്ന ആ സംഘടനയാണ് ഈ സ്ഫോടന പരമ്പരകൾക്കും കൊലപാതകങ്ങൾക്കും എല്ലാം ഉത്തരവാദി എന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം 1300-ലധികം സാക്ഷികളെ വിസ്തരിച്ചിട്ടാണ് ഈ പറഞ്ഞ ഭാഷ അടക്കം ഭാഷയും 12 മറ്റ് പ്രതികളെയും ഈ പോലും ശേഷിച്ചത്. ആ രീതിയിലൊരു സംഭവം ഇന്നുവരെ ഇവിടെ ഈ നമ്മളുടെ അറിവിൽ ഈ ഈ അടുത്ത സ്റ്റേറ്റുകളിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. സെൽവരാജ് എന്ന് പറഞ്ഞ ഒരു ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനെ പരസ്യമായിട്ട് കൊലപ്പെടുത്തി അതിനുശേഷം 97 അവിടെ ഒരു ലഹളയുണ്ടായി. അതിനനുബന്ധമായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ റിറ്റാലിയേഷൻ എന്നുള്ള നിലയ്ക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നമ്മളത് വളരെ ഗുരുതരമായിട്ട് കാണേണ്ട ഒരു സംഭവമാണിത്. ഇപ്പൊ നമ്മൾ ഈ മയ്യത്ത് ഘോഷയാത്രയില് ഇത്ര ആളുകൾ പങ്കെടുത്തു എന്നുള്ളതിന് അതിന്റെ എണ്ണം വെച്ചല്ല നമ്മൾ കാണുന്നത്. അത് നൽകുന്ന സന്ദേശം, അല്ലെങ്കിൽ അത് നൽകുന്ന ഇവിടുത്തെ തീവ്രവാദ ചിന്താഗതിയോടുള്ള ആഭിമുഖ്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. അവർ ചെയ്ത കാര്യങ്ങൾ, 48 ആളുകൾ നിരപരാധികൾ മരിച്ചതില് ആർക്കും ഒരു പ്രശ്നവുമില്ല. 26 വർഷങ്ങൾക്ക് മുമ്പാണ്, എല്ലാവർക്കും അറിഞ്ഞുകൂടാ. ഇപ്പൊ ഇന്നത്തെ തലമുറയിൽ പലർക്കും അത് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ നമുക്കറിയാം, അതെല്ലാം നമ്മൾ ഓർത്തതാണ്. അതിനുശേഷം കേരളത്തിലും പല സ്ഥലങ്ങളിലും സ്ഫോടന പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട് അതിനോട് ബന്ധപ്പെട്ടുമൊക്കെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തിരിച്ച് നമ്മുടെ നാട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. കാരണം തീവ്രവാദ പ്രവർത്തനങ്ങൾ വെറും തീവ്രവാദമല്ല, അതായത് നമ്മൾ കേട്ട് പത്രങ്ങളിലും ചാനലുകളിലും കണ്ടിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന തീവ്രവാദത്തിന് തുല്യമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ഏത് രീതിയിൽ നിയന്ത്രിക്കണം, അതല്ലെങ്കിൽ ഏത് രീതിയിൽ അതിനെ
ഇനി ഉണ്ടാവാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് വരുത്തണം എന്നുള്ളതാണ് അധികാരപ്പെട്ട പോലീസോ ഇന്റലിജൻസോ അല്ലെങ്കിൽ ഏത് ഏജൻസി ആണെങ്കിലും അവർ തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇത് മോശമായ ഒരു സന്ദേശം ചെറുപ്പക്കാരിലേക്കും അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കുഴപ്പമില്ല, ഇന്ന് നടത്തിയാലും നാളെ കുറെ ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് വിധേയരായിരിക്കുന്ന കൊല്ലപ്പെട്ടവരുടെ കുടുംബം, ആ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ അവിടെ കാണും ആയിരുന്നു അല്ലേ? ഗുരുതരമായി പരിക്കേറ്റവർ അല്ലേ? അന്ന് പരിക്കേറ്റവർ ഇപ്പോഴും അവർ ജീവിക്കുന്നുണ്ടല്ലോ അല്ല? അവരൊക്കെ ഇത് കാണുന്നുണ്ടാവില്ലേ? അവരൊക്കെ ഇതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ലേ അല്ലേ? അവരെയൊക്കെ എത്രമാത്രം വേദനിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഈ മയ്യത്ത് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് അനുമതി നൽകിയത്? പോലീസ് ഇതൊക്കെ മുൻകൂട്ടി അറിയേണ്ടതല്ലേ? അതെ, അതിപ്പം മറ്റൊരു മതക്കാരെന്നോ ഏത് മതക്കാരെന്നോ ഉള്ളതല്ല ഇതിനകത്ത്. നിരപരാധികളായിട്ടുള്ള ആളുകള് ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് കഴിഞ്ഞാൽ ആജീവനാന്തം മരിച്ചു തന്നെ ജീവിക്കുന്ന ആളുകളാണ് അവരൊക്കെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്, ചാനലിലോ അല്ലെങ്കിൽ ആ രീതിയിൽ അറിയുന്നുണ്ട്. അവർക്കൊക്കെ അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? കാരണം ഞങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച അല്ലെങ്കിൽ ഞങ്ങളെ ഈ അവസ്ഥയിലാക്കിയ ആളുകൾക്ക് വിരോചിതമായിട്ടുള്ള ഒരു നടപടി എടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചാലോ അല്ലെ അവരെങ്ങനെ കരുതിയാലോ നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാര് അല്ലെ ആൾക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഈ ഘോഷയാത്രകൾ അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ ബാഹുല്യം നിരപരാധികളായിട്ടുള്ള സെക്യൂരിറ്റി ഫീലിംഗ് ഉള്ള അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കാനാണ് ഇത് ഇടയാക്കിയുള്ളൂ. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അതിൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് അവരാണ് തീരുമാനിക്കേണ്ടത്. അതിന്റെ രാഷ്ട്രീയ വശം എന്ത് അല്ലെങ്കിൽ അതിന്റെ വർഗീയമായ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതല്ല ഇതിനകത്തുള്ളത്. ഇത് സമൂഹമാണ്, നിരപരാധികളാണ്, ആൾക്കൂട്ടമുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിനകത്ത് ഇവര് ബോംബ് സ്ഫോടനം നടത്തിയ കാറുകളിൽ സൂക്ഷിച്ചിരുന്ന ബോംബ്, പിന്നെ ബൈക്കുകളിൽ സൂക്ഷിച്ചിരുന്നത്, സൈക്കിളിൽ സൂക്ഷിച്ചിരുന്നത്, മറ്റങ്ങനെ പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ഏകദേശം ഒരേ സമയത്ത് തന്നെ സ്ഫോടനം നടത്തുകയാണ് ചെയ്തത്. അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതല്ല. നമുക്കങ്ങനെ ഒരു പുരോഗതി പ്രാപിച്ച ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയില് അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയില് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇത് 26 വർഷം മുമ്പ് ഇവിടെ നടന്നതാണ്. എന്താണെങ്കിലും അതിന് കർക്കശമായ രീതിയിൽ അതിന് നിയമത്തിന്റെ ക്രൂരമായ ഹത്യ നടത്തിയിട്ടും മനുഷ്യഹത്യ നടത്തിയിട്ടും ഭാഷയ്ക്കൊക്കെ ജീവപര്യന്തം കഠിന തടവ് മാത്രമല്ലേ ശിക്ഷ നൽകിയുള്ളൂ എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ നീതിപീഠത്തോടൊക്കെ നമുക്ക് പുച്ഛം തോന്നുന്നത് അല്ലേ? എന്നെ തൂക്കിക്കൊല്ലേണ്ടതായിരുന്നു ഇയാളെയൊക്കെ. അല്ല, അത് കോടതിക്ക് തൂക്കിക്കൊല്ലണമോ അല്ലെങ്കിൽ ജീവപര്യന്തം കൊടുക്കണമോ എന്നുള്ളതിനെ സംബന്ധിച്ച് കോടതിക്ക് കോടതിയുടേതായ നിഗമനങ്ങളുണ്ട്, തെളിവുകളുണ്ട്. അതിന്റെ സാഹചര്യത്തിലായിരിക്കും ജീവാവസാനം വരെയുള്ള ജീവപര്യന്തമായിരിക്കാം. അപ്പൊ അങ്ങനെ അത് വിധിക്കുന്നതിന് നമുക്ക് കോടതി അത് എന്തുകൊണ്ട് ആ തീരുമാനത്തിൽ എത്തിയെന്നുള്ളത് പറയാൻ പറ്റില്ല. 58 പേരെ ചുട്ടുകൊന്നത് അപൂർവമല്ലാത്തതുകൊണ്ടാണോ? എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അല്ല, 58 പേരെ ചുട്ടുകൊല്ലുക, ബോംബ് വെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ വളരെ അപൂർവമാണത്. അപ്പൊ അത് എങ്ങനെ അതിനകത്ത് തെളിവുകൾ ശേഖരിച്ചു, എങ്ങനെ കോടതി അതിനെ കണ്ടു? അതല്ലെങ്കിൽ ഇപ്പൊ 26 വർഷത്തിനോടകം അത് ഹൈക്കോടതിയിലും അതുപോലെ സുപ്രീം കോടതിയിലും അത് പോയിട്ടുണ്ടാവും. നിയമ വ്യവഹാരങ്ങൾ പലതും നടന്നിട്ടുണ്ടാവും. എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനും അല്ലെങ്കിൽ ഒരു റിമാർക്ക് പറയാനും നമുക്ക് പറ്റില്ല. കാരണം എന്താണെങ്കിലും അയാൾ ജയിലിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥയെ നമ്മൾ മാനിക്കേണ്ടതായ കാര്യം.